ഹായ് ഫ്രണ്ട്സ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് SI പോലുള്ള പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ നിങ്ങളുടെ പ്രൊഫൈല് PSCയുടെ പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും വേഗം കൊടുക്കണം. ഇതിൻ്റെ പ്രിലിംസ് മെയിൻസ് ഒക്കെ 6 മാസത്തിനുള്ളിൽ തന്നെ നടക്കും. നമ്മൾ 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതുപോലെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കറണ്ട് അഫേഴ്സ് ആണ് എടുക്കുന്നത്. 2025 കറണ്ട് അഫേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം ഒരുങ്ങുന്നത് എവിടെ? ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം ഒരുങ്ങുന്നത് കുലശേഖരപട്ടണം, തൂത്തുക്കുടിയിലാണ്. കുലശേഖരപട്ടണത്താണ് ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം ഒരുങ്ങുന്നത്. ഇനി 2013-2024 ജനറേഷനാണ് ആൽഫ. ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് 2025-2039 ജനറേഷൻ അറിയപ്പെടുന്നത് ബീറ്റ എന്നാണ്. ബീറ്റ 2025-39 ജനറേഷൻ അറിയപ്പെടുന്നത് ബീറ്റ എന്നാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ദേവിക വാര്യത്തിൻ്റെ നോവൽ ഏതാണ്? മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ദേവിക വാര്യത്തിൻ്റെ നോവലാണ് ഡമരു. ഡമരു എന്ന നോവല് ദേവിക വാര്യത്തിൻ്റെതാണ്. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടുന്നതിനുള്ള സംരംഭത്തിൻ്റെ പേര് ഇടം എന്നതാണ്. ഇടം എന്നത് ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള സംരംഭമാണ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ പുതിയ എക്സ് ഹാൻഡിലാണ് കെക്കിയസ് മാക്സിമസ്. കെക്കിയസ് മാക്സിമസ് എന്നുള്ളത് ഇലോൺ മസ്കിൻ്റെ പുതിയ എക്സ് ഹാൻഡിലാണ്. മനോരഥം ആരുടെ കവിതാ സമാഹാരമാണ്? മനോരഥം എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? കലാമണ്ഡലം ഗോപിയുടെയാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം. 2025 ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി. 2025 ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി S. മുരളീധരനാണ്. മുരളീധരനാണ് 2025 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹം ബാഡ്മിൻ്റനാണ് പരിശീലിപ്പിക്കുന്നത്. ഇനി അർജുന അവാർഡ് നേടിയ മലയാളി സജൻ പ്രകാശാണ്. നീന്തൽ താരമാണ്. അർജുന അവാർഡ് നേടിയ മലയാളി സജൻ പ്രകാശ് നീന്തൽ താരമാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന നേടിയവർ മനു ഭാക്കർ, D. ഗുഗേഷ്, പ്രവീൺ കുമാർ, ഹർമൻപ്രീത് സിംഗ് എന്നിവർക്കാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. D. ഗുഗേഷ് ചെസ് താരമാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റാണ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കിയാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി. അപ്പോൾ കതിരണി പദ്ധതി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ്. തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കാനാണ്. ഇനി 11ാമത് ISRO ചെയർമാൻ ഈയിടെ നിയമിതനായി ഡോക്ടർ V. നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കന്യാകുമാരി. അദ്ദേഹത്തിൻ്റെ സ്വദേശമാണ് ചോദിച്ചിരിക്കുന്നത്, കന്യാകുമാരിയാണ്. ഇനി 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ, ഒഡീഷയാണ്. ഭുവനേശ്വറാണ് 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ, 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം വേദിയായത് തിരുവനന്തപുരമാണ്. ജേതാക്കൾ തൃശ്ശൂരാണ്. റണ്ണറപ്പ് പാലക്കാട്. തേർഡ് ലഭിച്ചത് കണ്ണൂരിനാണ്. ഫസ്റ്റ് തൃശ്ശൂർ, സെക്കൻഡ് പാലക്കാട്, തേർഡ് കണ്ണൂർ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് വേദിയായത് ജാർഖണ്ഡാണ്. ജേതാക്കൾ കേരളമാണ്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ജേതാക്കൾ കേരളമാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് വേദിയായത് ജാർഖണ്ഡ്, ജേതാക്കളായത് കേരളമാണ്. കേരളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് P. ജയചന്ദ്രനാണ്. അദ്ദേഹം അന്തരിച്ചത് എന്ന്? ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചത് 2025 ജനുവരി 9-നാണ്. 2025 ജനുവരി 9-നാണ് P. ജയചന്ദ്രൻ അന്തരിച്ചത്. 17ാമത്തെ ബഷീർ അവാർഡിന് അർഹമായത് കൃതി കവിത മാംസഭോജിയാണ്. PN ഗോപികൃഷ്ണൻ്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ്. അപ്പോൾ ഈ കൃതിക്കാണ് ബഷീർ അവാർഡ് ലഭിച്ചത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ജഗതി ശ്രീകുമാറാണ്. പ്രേം നസീർ ലൈഫ് ടൈം
അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ജഗതി ശ്രീകുമാറാണ്. 2025 AI ഉച്ചകോടി വേദിയായത് ഫ്രാൻസാണ്. 2024 വേദിയായത് ദക്ഷിണ കൊറിയ ആയിരുന്നു. 2024 AI ഉച്ചകോടി വേദിയായത് ദക്ഷിണ കൊറിയ ആയിരുന്നു. 2025 ഫ്രാൻസാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി പുറത്തുവിട്ട 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85 ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85. ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂരാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയായത് ന്യൂഡൽഹിയാണ്. ഖോ ലോകകപ്പ് ഇന്ത്യൻ പുരുഷ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം. ഇദ്ദേഹം വിജയിയായി നിഖിലാണ്. ഖോ ലോകകപ്പ് ഇന്ത്യൻ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളി താരം. ഇനി 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ്. ഭാഗ്യചിഹ്നം മൗലിയാണ്. 76ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അതിഥിയായത് ആര്? 76ാമത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങാണ് 2025 നടന്നത്. അതിഥിയായത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബാവോ സുബിയാന്തോ ആണ്. 76ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അതിഥിയായത്. ബ്രാഹ്മണ ദമ്പതികൾക്ക് 4 കുട്ടികൾ ഉണ്ടായാൽ 1,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ മധ്യപ്രദേശാണ്. ബ്രാഹ്മണ ദമ്പതികൾക്ക് 4 കുട്ടികൾ ഉണ്ടായാൽ 1,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാരാണ് മധ്യപ്രദേശ് സർക്കാർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഹോപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ്. ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് തെലങ്കാനയിലെ നിസാമാബാദിലാണ് ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് തമിഴ്നാടാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനം തമിഴ്നാടിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പൽ കപ്പലാണ് INS സൂററ്റ്, INS വാക്ഷീർ, INS നീലഗിരി. ഈ 3 യുദ്ധക്കപ്പലുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ്? K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ നോവലാണ് ഗോപ്പ. അരവിന്ദാക്ഷൻ്റെ ഗോപ്പ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അണ്ടർ 19 വനിതാ T20 15 അംഗ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി. അണ്ടർ 19 വനിതാ T20 15 അംഗ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് VJ ജോഷിതയാണ് 15 അംഗ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി. ശ്രീഹരിക്കോട്ട സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നു. റോക്കറ്റിന്റെ പേര് GSLV Mark II. ഉപഗ്രഹം ISRO നാവിക് 02 ആണ് GSLV Mark IIൽ വിക്ഷേപിച്ചത്. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് മോറിസിക്ക ദ സ്റ്റോറി ഓഫ് ദി ബോട്ട്മാൻ എന്നുള്ളതാണ്. മോറിസിക്ക ദി സ്റ്റോറി ഓഫ് ദി ബോട്ട്മാൻ എന്ന സിനിമയാണ് രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ നിന്നുള്ളതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തീപ്പണക്കം എന്ന സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തത് KM മധുസൂദനനാണ്. KM മധുസൂദനൻ്റെ തീപ്പണക്കം എന്ന സിനിമയാണ് ഇന്ത്യയിൽ നിന്നുള്ളതിൽ മികച്ച ചിത്രമായിട്ട് ഫോക്ലോർ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കവചം എന്ന് വെച്ചാൽ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഫുൾ ഫോം. കവചത്തിൻ്റെ ഫുൾ ഫോം കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ലോകത്തിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന തലസ്ഥാന നഗരം. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത
ഭരണകൂടമാകാനായിട്ട് ഒരുങ്ങുന്ന തലസ്ഥാന നഗരമാണ് അബുദാബി. അബുദാബിയാണ് ലോകത്തിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാനായിട്ട് ഒരുങ്ങുന്ന തലസ്ഥാന നഗരം. ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ടിക്ടോക്കിന് ബദലായിട്ട് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് എഡിറ്റ്സ്. എഡിറ്റ്സ് ആണ് ടിക്ടോക്കിന് ബദലായിട്ട് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റ്. പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റ് 2025 നടന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് പാങ്സോ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റ് 2025 നടന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യമാണ്? ബ്രസീലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായത്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായത് ഡി ഗുഗേഷ് ആണ്. 2025 വിയോഗത്തിൻ്റെ 75 വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകൻ. 2025 വിയോഗത്തിൻ്റെ 75 വർഷം 75ാം വാർഷികം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. 75ാം വാർഷികമാണ് 2025. 1950 ജനുവരി 25-നാണ് ഡോക്ടർ പൽപ്പു മരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് തലേന്ന് മരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പു ആണ്. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ഗ്യാപ്പ്. ഗ്രീൻ ദി ഗ്യാപ്പ്. ഗ്രീൻ ദ ഗ്യാപ്പ് എന്നുള്ളതാണ് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 വേദി ലഡാക്കും ജമ്മു കാശ്മീരുമാണ്. ഇതെന്താണ്? 2 വേദികളാണുള്ളത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിന്, ലഡാക്കും ജമ്മു കാശ്മീരും. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. 2025 പത്മഭൂഷൺ നേടിയ മലയാളി കായിക താരം PR ശ്രീജേഷ് ആണ്. 2025 പത്മഭൂഷൺ നേടിയ മലയാളി കായിക താരമാണ് PR ശ്രീജേഷ്. 2025 പത്മശ്രീ നേടിയ കായിക താരം ചോദിച്ചാൽ IM വിജയനാണ്. ഇനി പത്മവിഭൂഷൺ നേടിയ കഥാകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണാണ് ലഭിച്ചത്. അതുപോലെ നടി ശോഭനയ്ക്കും പത്മഭൂഷൺ ലഭിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.